ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. 6 സെന്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച മനോഹരമായിട്ടുള്ള വീടാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നും 200 മീറ്ററാണ് വീട്ടിലേക്ക് വരുന്ന ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന് മുന്നിലായി വലിയ ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡുകളാണ് നൽകിയിരിക്കുന്നത്. പള്ളിക്കര ജംഗ്ഷനിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം 2 കിലോമീറ്ററാണ്. ബസ് സ്റ്റോപ്പിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് അകലം വരുന്നത്. വീടിന്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മതിലാണ് വീടിന് നൽകിയിരിക്കുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റിന്റെ നിർമ്മാണം. മതിലിൽ ടെക്സ്ചർ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പെഡസ്റ്റൽ ഗേറ്റ് എക്സ്ട്രാ ഈ വീടിന് വരുന്നുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം 6.5 കിലോമീറ്ററാണ്. പള്ളിക്കര ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്ററും അകലമുണ്ട്. വീടിന്റെ അകത്തേക്ക് വരുമ്പോൾ മുറ്റത്ത് മുഴുവൻ കടപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്. 2 പില്ലറുകൾ വരുന്നുണ്ട്. ആ പില്ലറുകളിൽ ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ കിണർ വെള്ളം അവൈലബിൾ ആണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ലഭ്യമാക്കിയിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസും ഒരു ഓപ്പൺ കാർ പാർക്കിംഗ് സ്പേസുമാണ് വരുന്നത്. 6 സെന്റിലായതുകൊണ്ട് തന്നെ വീടിന് മുൻവശത്തും സൈഡിലും പുറകിലുമായി അത്യാവശ്യം സ്ഥലം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മുറ്റത്ത് ഫ്രണ്ട് ഏരിയയിൽ വിരിച്ചിരുന്നത് കടപ്പ കല്ലുകളാണെങ്കിൽ പുറകിലേക്ക് വരുമ്പോൾ മെറ്റൽ ചിപ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിന്റെ പുറകിലാണ്. ചെറിയ അടുക്കള തോട്ടവും ചെറിയ ഒരു ഗാർഡൻ സ്പേസും ഒക്കെ ആയിട്ട് വീടിന് ചുറ്റും അത്യാവശ്യം സ്ഥല സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് വീടിന് പുറത്തുള്ള വിശേഷങ്ങൾ. ഈ വീടിന്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ചെറിയൊരു പ്ലാന്റർ ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഒരു പില്ലർ വരുന്നു. അവിടെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. 2 ജനലുകൾ സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നതായി കാണാം. ഫ്രണ്ട് വാതിൽ ഒരുക്കിയിരിക്കുന്നത് തേക്കൂട്ടിലാണ്. ക്രോമിയം സ്ട്രിപ്പുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിംഗ് ഏരിയയാണ്. വിശാലമായിട്ടുള്ളത് തന്നെയാണ് ലിവിംഗ് സ്പേസ്. 2 പാളി ജനലുകളാണ് വെന്റിലേഷനായിട്ട് ഒരു വശത്ത് നൽകിയിരിക്കുന്നത്. ഒരു വശത്ത് 3 പാളി ജനലും. 4x2 വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. TV യൂണിറ്റ് മനോഹരമായ രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. മൾട്ടി വുഡിലാണ് TV യൂണിറ്റിന്റെ നിർമ്മാണം. ചെറിയ ക്രോക്കറി ഷെൽഫും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുമായി മനോഹരമാക്കിയിരിക്കുന്ന TV യൂണിറ്റ്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ പ്രൊഫൈൽ LED ലൈറ്റിംഗ് കൊടുത്ത് അലങ്കരിച്ചിരിക്കുന്നു. ലിവിംഗ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട്. വലിയ വിശാലമായിട്ടുള്ള സ്പേസ് ആണ് ഈ ഡൈനിങ് ഏരിയ. ഒരു ഭാഗത്തായിട്ട് ഒരു ക്യൂരിയോ ഷെൽഫ് സജ്ജീകരിച്ചിട്ടുണ്ട്. സ്റ്റെയർ പോകുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും മികച്ച രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 7 കിലോമീറ്റർ ആണ് വരുന്നത്. മുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് വരുന്നതും 7 കിലോമീറ്റർ തന്നെയാണ്. തൃപ്പൂണിത്തുറയിലേക്ക് വരുന്ന ദൂരം 11 കിലോമീറ്റർ ആണ്. എടപ്പള്ളിക്ക് 13 കിലോമീറ്ററും അകലമുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള വാഷ് കൗണ്ടർ. നല്ല വിശാലമായിട്ടുള്ളതാണ് കിച്ചൺ. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയൊരു ഐലൻഡ് ഷേപ്പിലാണ് കിച്ചന്റെ നിർമ്മാണം. വർക്ക് ഏരിയയും കിച്ചണോട് കൂടി തന്നെ വരുന്നുണ്ട്. പുറത്ത് വർക്ക് ഏരിയ ചെയ്തെടുക്കുന്നതിനുള്ള സ്പേസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ബീച്ച് കളറാണ് കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റിന് മുകളിലായി വൈറ്റ് കളറുള്ള വാൾ ടൈലുകൾ പതിപ്പിച്ചിരിക്കുന്നു. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടാപ്പ് നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. നല്ല വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള ജനലുകൾ നൽകിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് വാർഡ്രോബും ഒരുക്കിയിരിക്കുന്നു. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് വാർഡ്രോബിന്റെ നിർമ്മാണം. ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി വാർഡ്രോബിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെയാണ് വീടിന് ഒരുക്കിയിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷുള്ള വാൾ ടൈലുകൾ നൽകിയിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഒരു വശത്ത് 3 പാളി ജനലും ഒരു വശത്ത് ഓരോ പാളികളുള്ള 2 ജനലുകളുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും ഈ ബെഡ്റൂമിന് ഒരുക്കിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത്രയൊക്കെയാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലുകളാണ് ഇവിടെ വരുന്നത്. മനോഹരമായിട്ടുള്ള ഹാൻഡ് റെയിലുകൾ. അപ്പർ ലിവിംഗ് സ്പേസ് അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസ്, ബാൽക്കണി എന്നിവയാണ് വരുന്നത്. ഇതാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് ഈ ബെഡ്റൂമിനും ഒരുക്കിയിരിക്കുന്നത്. 4 വലിയ ബാത്റൂമുകളാണ്, 4 ബെഡ്റൂമുകളാണ് ടോട്ടലി വീടിനുള്ളത്. 4 ബാത്റൂമുകളും നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. ഇതാണ് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം. അതും വിശാലമായ ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ്. യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഭാഗം കോൺക്രീറ്റിൽ തന്നെ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് അയൺ ചെയ്യുന്നതിനും വാഷിംഗ് മെഷീൻ വെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കാവുന്നതാണ്. ഡ്രസ് വർക്കിലാണ് ഈ ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്നതിനുള്ള ഗോവണി MS-ലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ബാൽക്കണിയിലേക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓപ്പൺ ബാൽക്കണിയും ഒരു ക്ലോസ്ഡ് ബാൽക്കണിയും അടങ്ങുന്നതാണ് ഈ വലിയ ബാൽക്കണി. ഹാൻഡ് റെയിലുകൾ ഗ്ലാസിലും സ്റ്റീലിലുമായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ടെക്സ്ചർ വർക്കും കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണ് ബാൽക്കണി. 6 സെന്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ഈ വീടിന്റെ വില 80 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്.